നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഗ്രാമർ പോർഷനിൽ നിന്നും ഇപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അതിൽ ഒരു പോർഷൻ അല്ലെ ഇപ്പൊ 4 or 5 മാർക്കിനൊക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അതിലൊരു പോർഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാലോ. റെഡി? സോ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിസ് നിങ്ങളോട് ചോദിക്കാണ്, ഡു യു വാച്ച് ഭ്രമയുഗം? നിങ്ങൾ ഭ്രമയുഗം കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഡോണ്ട് യു എന്ന് ചോദിച്ചു. റെഡി? ഉണ്ടോ എന്ന് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ആർ യു കമ്മിങ് വിത്ത് മീ? പോരുന്നോ എന്റെ കൂടെ? ആർന്റ് യു? അല്ലെ, വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചു? ആർന്റ് യു എന്ന് കൂടി ചോദിച്ചു. റെഡി? സോ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ് അല്ലെ, വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ഇല്ലേ, വരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ അതിനെ ഇംഗ്ലീഷിലാക്കുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. റെഡി? അപ്പൊ മലയാളികൾ എന്തുണ്ടെങ്കിലും ഇല്ലേ അതേ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാവുമ്പോൾ ഓരോ സെന്റൻസിലും അത് ഡിഫറെന്റ് ആണ് വരിക. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൂടി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു സെന്റൻസിൽ ഓക്സിലറി വേർബ് ഉണ്ടോ എന്നാണ്. എന്താണ് ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓക്സിലറി വേർബിന്റെ ലിസ്റ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. is, am, are, was, were, do, dash, did, has, had, have, will, would, shall, should, can, could, may, might, must, used to, need, dare, ought to. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെന്റൻസിൽ ഒരു ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ആ ഒരു ഓക്സിലറി വേർബിനെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെന്റൻസ് തന്നു, അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട്, പിന്നെ കുറച്ച് കുത്ത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് തരാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. കോൺവെർസേഷൻ കംപ്ലീഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സാധനം വരികയാണ്, ഒരു കോമ കഴിഞ്ഞ് കുറച്ച് കുത്ത്, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. റെഡി? അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം സെന്റൻസിലെ ഓക്സിലറി വേർബിനെ നോക്കുക. അപ്പോ ആ ഒരു ഓക്സിലറി വേർബ് ആയിരിക്കും എന്ത് വരിക, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരിക. അപ്പൊ ഹി ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈസ് ആയിരിക്കും എങ്ങോട്ട് വരുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ ഈസിന്റെ വന്നു, അതെങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ പറയാം. അപ്പൊ ഈസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഷീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ക്യാൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ദേ ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് അല്ലെ, ഡോൺ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് എന്നാണ്. അപ്പൊ ഇവിടെയുള്ള ഓക്സിലറി വേർബ് ഏതാ, ഡു ആണ്. അപ്പൊ ഡു ആയിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നുണ്ടാവുക. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെന്റൻസിലെ ഓക്സിലറി വേർബ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഉണ്ടാക്കേണ്ടത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ നെഗറ്റീവ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവാ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആ ഒരു മെയിൻ ആക്ഷൻ നടക്കുന്ന അവിടെ എന്തുണ്ടാവും, ഓക്സിലറി വേർബിന്റെ കൂടെയോ അല്ലെങ്കിൽ മെയിൻ ആക്ഷൻ നടക്കുന്ന അവിടെയോ എന്തുണ്ടാവും, അവിടെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, എന്താണ് മിസ്സേ നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നെവർ, നോ വൺ, നോബഡി, നത്തിങ്, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, സെൽഡം. ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വേർഡ്സ് നിങ്ങൾ നോക്കി വെക്കുക, ഇതിൽ കൂടുതൽ വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരില്ല. ഓക്കെ, സോ ഈ ഒരു വേർഡ്സ് ഒക്കെ നമ്മുടെ ആ ഒരു മെയിൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കണം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരാൻ പാടില്ല, നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മുടെ സെന്റൻസിലെ ഓക്സിലറി വേർബിനെ നോക്കി, ഇവിടെ ഡിഡ് നോട്ട് ആണ്. അപ്പൊ ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഉള്ള ഓക്സിലറി വേർബിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡിഡ് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കണോ? വേണ്ട, കാരണം ഓൾറെഡി സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് മതി. എന്നിട്ട് ഇവിടെയുള്ള പ്രോണോണിനെ കൂടി നമ്മൾ എടുത്തെഴുതാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇവിടെ പ്രോണോൺ അല്ല, ഇവിടെ ഒരാളെ പേരാണെങ്കിൽ ആൾക്ക് നമ്മൾ ഏത് പ്രോണോൺ ആയിരിക്കോ കൊടുക്കുക, അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈസിന്റ് ഇറ്റ് ടു കോൾഡ് ഔട്ട്സൈഡ്. ഇവിടെ എന്താ, ഈസ് നോട്ട് ആണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഓക്സിലറി വേർബ് ഈസ് ആണ്. അപ്പൊ ഈസിനെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അറിയാം. ആൻഡ് ഇനി ഇവിടെ ഈസിന്റ് നോട്ട് ആക്കണോ? വേണ്ട, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, നെഗറ്റീവ് സെന്റൻസ് ഈസ് നോട്ട് എന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് മതി, ഈസ് ഇറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ദേ വോണ്ട് ബി ലേറ്റ്. വോണ്ട് എന്ന് പറയുമ്പോൾ എന്താടാ, വിൽ നോട്ട് ആണ് കേട്ടോ. വിൽ നോട്ടിനെയാണ് നമ്മൾ വോണ്ട് എന്ന് എഴുതുക. വോണ്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് കേട്ടോ. വിൽ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് വോണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് കോൺട്രാക്റ്റഡ് ഫോംസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് നിങ്ങൾക്ക് കിട്ടും.
താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഈ നോട്ടൊക്കെ നമ്മൾ അവിടെ കൊടുക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രാക്റ്റഡ് ഫോംസ് നിങ്ങൾക്ക് ഇതാ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഈ ഒരു കോൺട്രാക്റ്റഡ് ഫോംസ് നോട്ട് വെച്ചിട്ടുള്ള മിസ് കൊടുത്തിട്ടില്ല, കാരണം NT ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അല്ലാത്ത കുറച്ച് വേർഡ്സിന്റെ കോൺട്രാക്റ്റഡ് ഫോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു കോൺട്രാക്റ്റഡ് ഫോംസ് നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ വാണ്ട് എന്നുള്ളത് എന്താണ്, വിൽ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം. അപ്പൊ ഇവിടെ നെഗറ്റീവ് സെന്റൻസ് അല്ലേ, ഇവിടെ ഓക്സിലറി വെർബ് ആരാ, വിൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം, വിൽ, എന്നിട്ട് ഇവിടെ ഉള്ള നമ്മുടെ പ്രൊനൗൺ എടുത്ത് എഴുതുക, വിൽ ദേ എന്നാവും. ഓക്കെ, സോ അത് നമ്മൾ നോക്കി. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി പോസിറ്റീവ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിലോ, പോസിറ്റീവ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവുക, അവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പൊ ഷീ ക്യാൻ പ്ലേ ദ പിയാനോ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ ആരെ നോക്കി, ഓക്സിലറി വെർബിനെ എടുത്തു. നമുക്ക് ഓക്സിലറി വെർബിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആര് ആഡ് ചെയ്യണം, നോട്ട് ആഡ് ചെയ്യണം. ആൻഡ് അത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ കോൺട്രാക്റ്റഡ് ഫോമിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ കാൻ ഷീ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. അടുത്ത കേസ് നോക്കിക്കേ, വി ഷുഡ് ലീവ് സൂൺ അല്ലേ, വി ഷുഡ് ലീവ് സൂൺ. ഇവിടെ ഓക്സിലറി വെർബ് ഷുഡ് ആണ്, ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പൊ ഷുഡിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം ആൻഡ് അതിന്റെ നെഗറ്റീവ് ഫോം ആക്കുക, ഷുഡിൻ വി എന്നുള്ളതായി. അടുത്ത നോക്കിക്കേ, യു ഹാവ് ഓൾറെഡി ഈറ്റൺ. ഇവിടെ എന്താ, യു ഹാവ് ആണ് അല്ലെ, ഹാവ് ആണ്. സോ ഹാവ് അവിടെ പോസിറ്റീവ് ആണ്, അവിടെ ഹാവ് നോട്ട് എന്നില്ല. അപ്പൊ നമ്മൾ ഹാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആൻഡ് അതിന്റെ നെഗറ്റീവ് ആക്കി ആൻഡ് യു എന്ന് ആഡ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, എന്തായി, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് റെഡി ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ആം എന്നുള്ള ഒരു സെന്റൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഐ ആം എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ, ഓക്കെ, ആമിലാണ് തുടങ്ങുന്നതെങ്കിൽ, ഈ ആം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആം ഉണ്ടെങ്കിൽ ആം പോസിറ്റീവിലാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആം വെച്ചിട്ട് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ആം ഇൻറ്റൈ അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ആം ഇൻറ്റൈ ആണോ, ഇങ്ങനെ ഒരു സാധനം ഇല്ല. ആം ഇൻറ്റൈ അല്ല നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ആർ ഇൻറ്റൈ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പൊ ആം വെച്ചിട്ട് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആം ഇൻറ്റൈ ആണ്. ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ, ആം വെച്ചിട്ട് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആം ഐ ആണ്. സോ ഇത് സ്പെസിഫിക് ആയിട്ട് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഓക്സിലറി വെർബ് ഇല്ല, നമ്മുടെ ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനെ ആ ഒരു ഓക്സിലറി വെർബിന്റെ ഉള്ളിൽ ആര് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അവിടെ നമ്മള് ഡൂവും ഡിഡും ഡെസും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ മിസ് പറയാണ് സിങ്, സിങ് എന്നുള്ള ഒരു വേർബ് ഉണ്ട്. ഓക്കെ, അതിന്റെ സിങ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സങ് ആണെങ്കിൽ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സാങ് ആണെങ്കിൽ എന്ത് വരും, പറഞ്ഞുതരാം, സാങ്. ഓക്കെ, ഇങ്ങനെ ഉണ്ട്, സിങ്, സിങ്, സാങ് എന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഈസി ആയിട്ടുള്ള വേറൊന്ന് പറയാം, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേ, പ്ലേസ്, പ്ലേഡ് എന്നാണ് നമ്മുടെ ആ ഒരു സെന്റൻസിലുള്ള വേർബ് എങ്കിൽ, പ്ലേ ആവുമ്പോൾ നമുക്ക് ഏത് ഓക്സിലറി വേർബ് യൂസ് ചെയ്യാം, ഡു യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഒരു ബേസ് ഫോമിൽ, വേർബിന്റെ ബേസ് ഫോമിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡു എന്നുള്ള ഓക്സിലറി വേർബ് ആണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ആലോചിക്കാം. പ്ലേസ് ആണെങ്കിലോ ഡസ് എന്നുള്ള ഓക്സിലറി വേർബ് ആണ് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ആലോചിക്കാം. എസ് ഉണ്ട്, ഇവിടെ എസ് ഉള്ളത്. ഓക്കെ, ഈ പ്ലേഡ് പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഡിഡ് ആണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ആലോചിക്കാം. അപ്പൊ നമ്മുടെ ഒരു സെന്റൻസിൽ എന്തില്ല, ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ, മെയിൻ വേർബ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെയിൻ വേർബിൽ നിന്ന് ഡൂവും ഡെസിനെയും ഡിഡിനെയും കണ്ടുപിടിക്കാം. ക്ലിയർ? സോ ഇനി അടുത്തത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വെച്ചുള്ള സെന്റൻസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് വരില്ല, എന്നാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഹാസും ഹാവും ഹാഡും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വേറൊരു വേർബ് ഇല്ല. ഓക്കെ, ഹാസ് കഴിഞ്ഞിട്ട് ഒരു വേർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഹാസിനെ ഒരു മെയിൻ വേർബ് ആയിട്ടാണ് കൂട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഡസ് എടുക്കണം, എസ് ഫോം. ഹാവിൽ നിന്ന് ഡു എടുക്കണം, ഹാഡിൽ നിന്ന് ഡിഡ് എടുക്കണം. ഇനി നമ്മുടെ സെന്റൻസിൽ ഹാസ്, ഹാവ്, ഹാഡ് ഈ ഒരു വേർഡ്സ് നിങ്ങൾ കാണാണ്. സോ ഇത് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരില്ല, ഇത്ര വലിയ ക്വസ്റ്റ്യൻസ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വരില്ല. പക്ഷെ എന്നാലും നമ്മൾ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് പഠിച്ചു വെക്കാം അല്ലെ. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരികയാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തില്ല, ഒരു വേർബ് ഇല്ല. ഓക്കെ, നോട്ട് ചെയ്യുക, വേർബ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോടാ, ഹാസിൽ നിന്നും ഡസ് എടുക്കണം, ഹാവിൽ നിന്നും ഡു എടുക്കണം, ഹാഡിൽ നിന്നും ഡിഡ് എടുക്കണം. അപ്പൊ എപ്പോഴും ഹാസും ഹാവും ഹാഡും കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉണ്ടാവും. വേർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഹാസും ഹാവും ഹാഡിനെ ഒരു മെയിൻ വേർബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഹാസും ഹാവും ഹാഡും വന്നാൽ അതന്നെയാണ് എടുക്കേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വേർബ് ഇല്ലെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക്
കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ്. അപ്പൊ നോക്കിക്കേ, യു ലൈക്ക് ടൊവിനോ എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർബ് നോക്കി, ഓക്സിലറി വേർബ് ഇല്ല. പിന്നെ ഉള്ളത് വേർബ് ആണ്. വേർബ് എന്താ, ലൈക്ക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആരെടുക്കാം, ഡൂ എന്ന് എടുക്കാം അല്ലെ. ആൻഡ് ഈ ഒരു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം, ഡോണ്ട് എന്ന് എഴുതി. ഇവിടെയുള്ള പ്രോണൗൺ ഏതാ, യു ആണ്. അപ്പൊ ഡോണ്ട് യു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത വി ഹാവ് ഫിനിഷ്ഡ് ഓക്സിലറി വേർബ് ഉണ്ട്, ഹാവ് ആണ് അല്ലെ. ഓക്കെ, ഹാവ് എടുത്ത് എഴുതി. ഹാവ് കഴിഞ്ഞിട്ട് ഇനി എന്ത് നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോടാ, ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്താണ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഹാവ് ആൻഡ് വി എന്നിടണം. ഓക്കെ, ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് വേർബ് ഉണ്ട് കേട്ടോ, നോക്കാം. ഇനി യു ഡു ലൈക്ക് ടീ ഇല്ലേ, ഇവിടെ ഏതാ, ഡു എന്നുള്ള ഓക്സിലറി വേർബ് ആണ്. അപ്പൊ ഡൂനെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആക്കണം. അപ്പൊ ഡോണ്ട് യു എന്ന് കൊടുക്കാം. സിമ്പിൾ അല്ലേ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് എന്തായാലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. ആൻഡ് ദിവ്യ വിൽ ഹെൽപ്പ് യു, ഇവിടെ വിൽ ആണ് ഉള്ളത്. ആൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് വില്ലിന്റെ നെഗറ്റീവ് എന്താ, വിൽ നോട്ട് ആണോ, വിൽ നോട്ട് ആണ്. പക്ഷെ അതിന് നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റഡ് ഫോമിൽ എഴുതുക, വോണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ വോണ്ട്. ദിവ്യ എന്താ, പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ഷീന്ന് കൊടുത്തു. ഇനി ഈ ഒരു 2 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി താഴെ കമന്റ് ചെയ്യുക. ഷീ ഈസിന്റ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരിക, ഹി സ്കെയർസ്ലി നോസ് ദ വേ അല്ലേ. മിസ് ഇവിടെ ഒരു ക്ലൂ തരാം, സ്കെയർസ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡ് ആണ് കേട്ടോ. സോ ഇതിന്റെ 2ന്റെ ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ വേഗം പോയിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. റെഡി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോൺവെർസേഷൻ കംപ്ലീഷൻ ഇതാ, ന്യൂസ് റിപ്പോർട്ട്. നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ് ഡാഷ്. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ചെയ്യണം. ഏതായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് വരാ, സൂം ചെയ്യാം. ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരാ, നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ് അല്ലേ. അപ്പോൾ ഈസ് എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി വേർബ്. ഓക്കെ, അപ്പൊ ഈസ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയണം, ഈസ് ആൻഡ്. ഓക്കെ, ഇവിടെ എന്താണ്, നേച്ചർ ആണ് അല്ലെ. നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് പറയാം, ഈസ് ഇൻ ഡിറ്റ് എന്നുള്ളതാണ് അല്ലെ. നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ്, ഈസ് ഇൻ ഡിറ്റ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി താഴെ കമന്റ് ചെയ്യുക. ആൻഡ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എഴുതാതിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.